الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تقتلوا أنفسكم إن الله كان بكم رحيما ومن يفعل ذلك عدوانا وظلما فسوف يصليه نارا وكان ذلك على الله يسيرا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ വീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ സകല പ്രവർത്തനങ്ങളെയും രേഖപ്പെടുത്തുവാൻ അവൻ മാലാഖമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖകളൊക്കെ തന്നെ മരണാനന്തരം പാരത്രിക ലോകത്ത് വെച്ച് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സ്വർഗനരകങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് എന്ന ബോധ്യത്തോടെ, എന്ന ചിന്തയോടുകൂടെ ഐഹിക ലോകത്തെ ക്രമീകരിക്കണം, ജീവിതത്തെ ക്രമീകരിക്കണം, തഖ്വയിലൂടെ ജീവിക്കണമെന്ന് നിങ്ങളെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് മുത്തഖീങ്ങൾക്ക് നേതാക്കളായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളായ നാം കേവല ഐഹിക ലോക ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് മാത്രം അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരല്ല. മറിച്ച് ഈ ലോകത്തിന്റെ നൈമിഷികതയെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവരും ഒരുപാട് പേരുടെ
മരണത്തിലൂടെ അതൊക്കെ നാം അനുഭവിക്കുന്നവരും തിരിച്ചറിയുന്നവരുമാണ് നാം. അനശ്വരമായ പാരത്രിക ലോകം നമ്മുടെ മുമ്പിലുണ്ട് എന്നും അവിടുത്തെ വിജയമാണ് ശാശ്വത വിജയമെന്നും തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഐഹിക ലോകത്ത് ചെറിയ നൈരാശ്യങ്ങളും പ്രതീക്ഷയ്ക്കൊത്തുള്ള ജീവിതങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന നിരാശകളുമൊക്കെ സ്വാഭാവികമാണ്. ആഗ്രഹിക്കുന്നതെല്ലാം ഐഹിക ലോകത്ത് ലഭിക്കുക എന്നുള്ളത് സംഭവ്യമല്ല എന്ന് നമുക്കോരോരുത്തർക്കും അറിയാം. പക്ഷേ പലപ്പോഴും തൻ്റെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ മനുഷ്യൻ മാനസികമായി തളരുകയും അതിന് പുതിയ രൂപത്തിലുള്ള പല പേരുകളും നൽകി അയാൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അവൾക്ക് ഡിപ്രഷനാണ്, അവൾക്ക് ആൻസൈറ്റിയാണ്, കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സദാ സൈക്കോളജിസ്റ്റിനെ സന്ദർശിക്കേണ്ടി വരുന്നുണ്ട്, സൈക്യാട്രിയെ കാണിച്ച് മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മാനസിക വിഭ്രാന്തികളിലേക്ക്, മാനസിക പ്രയാസങ്ങളിലേക്ക് മനുഷ്യർ എത്തപ്പെടുന്നത് പലപ്പോഴും ഐഹിക ലോകത്ത് താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലൂടെ തന്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, തന്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ സാധിക്കുന്നില്ല, തന്റെ പ്രതീക്ഷക്കൊത്ത് തനിക്ക് വളരാൻ സാധിക്കുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച ജോലി ലഭിക്കുന്നില്ല, അതല്ലെങ്കിൽ എനിക്കിന്നാലിന്ന പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്, കടങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യനെ പലപ്പോഴും തളർത്തിക്കളയുകയും അവനെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക്, മാനസികമായ രോഗങ്ങൾ വരെ പിടിപ്പെടുകയും അങ്ങനെ വല്ലാത്തൊരു ദുരനുഭവങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് ഏതു വിധേനയും രക്ഷപ്പെടുക, ഇതിനെ ഏതു വിധേനയും മറികടക്കുക എന്നുള്ളത് ഒരു വിശ്വാസി തിരഞ്ഞെടുക്കുന്ന മാർഗമല്ല. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, എന്താണ് അതിന് പരിഹൃതമായ മാർഗം? സമ്പത്ത് വേണം. അതിനെങ്ങനെയാണ്? മറ്റുള്ളവനത് മോഷ്ടിക്കാം, കൈക്കൂലി വാങ്ങിക്കാം, കൊള്ളയടിക്കാം. ഇല്ല, അതൊരു വിശ്വാസിക്ക് ഭൂഷണമായതോ അനുവദനീയമായതോ കാര്യമല്ല. മറിച്ച് അത്തരം വിഷയങ്ങളെ വിശ്വാസി സമീപിക്കേണ്ടത് എങ്ങനെ? വിശ്വാസി സമീപിക്കുന്നത് എങ്ങനെ? എനിക്ക് പരലോകത്തേക്ക് പോകാനുണ്ട്, എന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ചില പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളെ ഞാൻ അതേ രൂപത്തിൽ തന്നെ പരീക്ഷണങ്ങളായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനെ സമീപിക്കുന്നത്. എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ ഇടപെടലുകളോ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് വിശ്വാസി തിരിച്ചറിയുകയും അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. പരീക്ഷണങ്ങൾ എന്തിനാണ്? പരീക്ഷണങ്ങൾ ഒരുപാട് നമ്മളൊക്കെ പലപ്പോഴും പല രൂപത്തിൽ അനുഭവിക്കുന്നവരുണ്ടാകാം. അനുഭവിക്കുന്ന പല ആളുകളെയും നമ്മൾ നേർക്കുനേരെ കണ്ടവരുണ്ടാകാം. എന്തിനാണ് പരീക്ഷണങ്ങൾ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് ആലി ഇമ്രാന്റെ 179 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. അല്ലാഹു പറയുന്നത് പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ആഗ്രഹിച്ച ജീവിതം ലഭിക്കാതിരിക്കുന്നത്, ആഗ്രഹിച്ച ജോലി ലഭിക്കാതിരിക്കുന്നത്, പരീക്ഷയിലൊന്ന് തോറ്റുപോകുന്നത്, ഇങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാതിരിക്കുന്നതും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും എന്തിനാണെന്നറിയോ? നല്ല മനുഷ്യരെയും ചീത്ത മനുഷ്യരെയും വേർതിരിക്കാനാണ് പരീക്ഷണം. പരീക്ഷണം എന്തിനാണ്? നമ്മൾ തളർന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല, നമ്മെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കുവാനാണ്, നമ്മളെ നല്ലവരിൽ നല്ലവരാക്കി മാറ്റുവാൻ. ചീത്ത ആളുകളാണെങ്കിലോ അത് തിരിച്ചറിയാനുള്ള ഒരു അവസരമായിട്ടാണ് പരീക്ഷണം കാണേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന്റെ യുക്തിയെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു സഹാബത്ത്, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, അല്ലാഹുവിന്റെ തിരുദൂതരെ ഏറ്റവും ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ ആരാണ് റസൂലേ? ഏറ്റവും വേദനയേറിയ ജീവിതം നയിക്കുന്നവർ,
പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആർക്കാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അൽ-അംബിയാ തുമ്മൽ അംസൽ ഫൽ അംസൽ. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ അമ്പിയാക്കൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആദർശം പ്രബോധനം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ച പ്രവാചകന്മാർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണം. അവർക്കാണ് ഏറ്റവും വലിയ യാതനകളും വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചവർ. സുമ്മൽ അംസൽ ഫൽ അംസൽ. പിന്നെ അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവർ യഥാർത്ഥ വിശ്വാസികൾ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. വിശ്വാസികളാകുമ്പോ പലരും ധരിച്ചത് എന്താ? ഞാൻ ഇങ്ങനെ വിശ്വാസമുണ്ട്, ഞാൻ തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ട്, ഞാൻ നിസ്കാരമൊക്കെ കറക്റ്റാ, എന്റെ നോമ്പൊക്കെ ശരിയാ, ഞാൻ ഖുർആനൊക്കെ ഓതും, ഞാൻ തഹജ്ജുദൊക്കെ നിസ്കരിക്കൂ, എന്നിട്ടെന്താ എന്റെ രോഗം ഇങ്ങനെ മാറാത്ത രോഗം? എന്നിട്ടെന്താ എന്റെ ഭർത്താവിന്റെ ജോലി ശരിയാവാത്തത്? എന്നിട്ടും എന്താ എന്റെ വീട് പണി പൂർത്തിയാവാത്തത്? എന്നിട്ടും എന്താ എന്റെ മക്കളുടെ ജോലി ശരിയാ? ഇങ്ങനെ ഒരുപാട് വിഷയം. നമ്മൾ വിചാരിച്ചത് നമ്മുടെ തഹജ്ജുദ് നമസ്കാരവും നമ്മുടെ ഖുർആൻ പാരായണവും ഒക്കെ നമുക്ക് ഐഹിക ലോകത്ത് സ്വർഗം പണിയാനാണെന്നാണോ? അല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പിൻപറ്റിക്കൊണ്ട് ആദർശബോധത്തോടുകൂടെ ദീനീ നിഷ്ഠയോടുകൂടെ തഖ്വയോടുകൂടെ ഞാനും നിങ്ങളും ജീവിക്കുന്നുണ്ടെങ്കിൽ പരീക്ഷണങ്ങൾ കടുകട്ടിയായിട്ട് നല്ലവരെയും ചീത്തവരെയും വേർതിരിക്കത്തക്കവണ്ണമുള്ള പരീക്ഷണങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാലോചിച്ച് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോകേണ്ടവരാണോ? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യുബ്തലന്നാസു അലാ ഖദ്രി ദീനിഹിം. എങ്ങനെയാ ജനങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാവുക? അലാ ഖദ്രി ദീനിഹിം. എത്രത്തോളം ദീന് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, എത്രത്തോളം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ, എത്രത്തോളം നിങ്ങൾക്ക് ദീൻ തഖ്വയുണ്ട്, അതിന്റെ ഖദർ, അതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ തോതനുസരിച്ചിട്ടാ പരീക്ഷണം ഉണ്ടാവുക. അപ്പൊ പരീക്ഷണങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ ദീൻ കുറയുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പരീക്ഷണം കൂടുന്നുണ്ടെങ്കിൽ ദീൻ കൂടുന്നുണ്ട്, അതിന്റെ തോതനുസരിച്ചിട്ടാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ തഖന ദീനഹു ഇസ്തദ്ദ ബലാ. ദീൻ കൂടുന്നതിനനുസരിച്ച് അവന്റെ പരീക്ഷണങ്ങൾ കൂടും. വമൻ ദഅഫ ദീനുഹു ദഅഫ ബലാഉ. എന്നാൽ അവന്റെ ദീൻ ദുർബലമാകുന്നുണ്ടെങ്കിൽ അവന്റെ പരീക്ഷണങ്ങളും ദുർബലമായിരിക്കും. ചെറിയ പരീക്ഷണങ്ങളെ ഉണ്ടാകും. ഇത് തിരിച്ചറിയാൻ, ഇത് മനസ്സിലാക്കി ജീവിക്കാനാണ് നമ്മോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, വഇന്നർ റജുല ലയുസീബുൽ ബലാഉ ഹത്താ യംശിയ ഫിന്നാസി മാ അലൈഹി ഖതിഅ. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മനുഷ്യന് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അയാൾ ഇങ്ങനെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ വേദന തിന്നുകൊണ്ട്, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ട്, ഒരു പക്ഷെ ആ പരീക്ഷണങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ നടക്കും. മാ അലൈഹി ഖതിഅ. പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒരു പാപത്തിന്റെ കറ പോലും ഇല്ലാത്ത രൂപത്തിൽ അല്ലാഹ് അവന്റെ പാപങ്ങൾ സകലതും മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, പരീക്ഷണം എന്നുള്ളത് ഒരു വലിയ അത്ര മോശം സംഗതിയല്ല എന്നുള്ളതാ പഠിപ്പിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ പരലോക ബോധം നമുക്ക് ആവശ്യമാണ്, പാരത്രിക ചിന്ത നമുക്ക് ആവശ്യമാണ്. ആ ബോധത്തോടു കൂടെ ജീവിക്കുമ്പോഴാ ഇതെന്റെ ഐഹിക ലോക ജീവിതമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഇതെന്റെ പരലോകത്തേക്ക് സ്വർഗം ലഭിക്കുന്നു. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില ലം യബ്ലുഗ്ഹാ ബിഅമൽ. അല്ലാഹു ഒരു മനുഷ്യന് ഒരു പദവി സ്വർഗത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ ആ പദവിയിലേക്ക് ആ മനുഷ്യന് ബിഅമൽ, അവന്റെ അമല് കൊണ്ട്, അവന്റെ നമസ്കാരം കൊണ്ട്, അവന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അവൻ നടന്നെത്തിയിട്ടില്ല. അപ്പം തന്റെ സന്താനങ്ങളിൽ, കുടുംബത്തിൽ, തന്റെ സമ്പത്തിൽ, അല്ലെങ്കിൽ അവന്റെ സ്വന്തം ശരീരത്തിൽ അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കും. അവനെ സ്വർഗത്തിൽ അള്ളാഹു ഒരു പദവി നിശ്ചയിച്ചിട്ടുണ്ട്. ഇവന്റെ അമലുകളെ കൊണ്ട് അവൻ അവിടേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അള്ളാഹ് പരുവപ്പെടുത്തുന്നത് എങ്ങനെയാ? പരീക്ഷണങ്ങൾ നൽകിയിട്ടാ. അങ്ങനെ ആ മനുഷ്യൻ എന്താ ചെയ്തത്? ഇതുണ്ടായപ്പോ അവൻ ക്ഷമിച്ചു. ഇത് ഐഹിക ലോകമാണ്, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, എനിക്ക് പരലോകമാണ് ശാശ്വതമായിട്ടുള്ളത്. അവിടേക്ക് എന്നെ റബ്ബ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ, എന്റെ പാപങ്ങൾ മായ്ച്ചു കളയാൻ എന്റെ റബ്ബ് എന്നെ പാകപ്പെടുത്തുകയാണെന്ന ശുഭപ്രതീക്ഷയോടുകൂടെ. അതാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്.
നിരാശയല്ല, നൈരാശ്യമല്ല, മാനസികമായ വിഭ്രാന്തിയല്ല, തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കല്ല വിശ്വാസി എത്തുന്നത്. മറിച്ച് എത്രയെത്ര സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, നമ്മൾ മാരകമായ രോഗങ്ങൾ എന്ന് പറയുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾ, പക്ഷേ അവർക്ക് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുണ്ട്. അവർ നമ്മേക്കാൾ ഏറ്റവും ഉന്നതരായി പാരത്രിക ലോകത്ത് എത്തുമ്പോ ഒരു തരത്തിലുള്ള പാപക്കറകളും ഇല്ലാതെ വരണമെങ്കിൽ ഇതെന്റെ റബ്ബ് തന്നതാണെന്ന് ശുഭപ്രതീക്ഷയോടുകൂടെ ക്ഷമിക്കാൻ കഴിയില്ല. എത്രയെത്ര ഇന്ന് നമ്മുടെ മുക്കത്തുള്ള MVRലും അതുപോലെ തന്നെ പല ക്യാൻസർ സെന്ററുകളിലുമൊക്കെ നമുക്കൊക്കെ വോയിസുകൾ അയക്കുന്ന, നമ്മയൊക്കെ വിളിക്കുന്ന ഒരുപാട് ആദർശ സുഹൃത്തുക്കൾ, സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന സകല പ്രയാസങ്ങൾക്കും അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോ പതറിപ്പോകുന്നവനല്ല ഒരു വിശ്വാസി, തളർന്നു പോകുന്നവനല്ല ഒരു വിശ്വാസി, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവനല്ല ഒരു വിശ്വാസി. ഏതേത് പ്രതിസന്ധികളിലും തളർന്നു പോകാത്ത ധൈര്യത്തോടെ ഒരു മനക്കരുത്തോടുകൂടെ അത്തരം പരീക്ഷണങ്ങളെ സമീപിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അതാണ് വിശ്വാസിയും വിശ്വാസി അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട വചനമാണ്. മുഅ്മിനിനെയും മുനാഫിക്കിനെയും, മുഅ്മിനിനെയും കാഫിറിനെയും, വിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിക്കുന്ന ഘടകമാണ് പരീക്ഷണം. ഇത് നമ്മെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ഇത് തിരിച്ചറിയുകയും ഈ ബോധത്തോടുകൂടെ പരീക്ഷണങ്ങളെ സമീപിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് നമ്മെ തളർത്തിക്കളയലല്ല. ഒരു രോഗങ്ങൾ ഉണ്ടാകുമ്പോ ഇനി എനിക്കിതിൽ നിന്നൊരു മുക്തിയില്ല എന്നല്ല, മറിച്ച് എന്റെ പാപങ്ങൾ പൊറുക്കാൻ, എന്റെ സ്വർഗത്തിലെ അള്ള നിശ്ചയിച്ച പദവിയിലേക്ക് എന്നെ കൈപിടിച്ച് എന്റെ റബ്ബ് കൊണ്ടുപോകുകയാണ് എന്ന ബോധമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. ചില ആളുകളുണ്ട്, ഒരു രോഗം വന്നു, ഇനി ഇതിൽ നിന്നൊരു മുക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നു. സാമ്പത്തികമായ ഒരു പ്രയാസം വന്നു, ഒരു ബാധ്യത വന്നു, അത് തിരിച്ചറിഞ്ഞാൽ ഇനിയൊരു പരിഹാരമില്ലെന്ന് അയാളുടെ ബുദ്ധിയിൽ തോന്നിയാൽ അയാൾ പോയി ആത്മഹത്യ ചെയ്യുന്നു. എന്തൊരു ദുര്യോഗമാണ്! ഇതൊരു വിശ്വാസിക്ക് ഒരിക്കലും അനുയോജ്യമല്ല എന്നും വിശ്വാസി ഒരിക്കലും അങ്ങനെ ചിന്തിച്ചുകൂടാ എന്നും ഏറ്റവും നല്ല സ്ട്രോങ് ആയ മാനസികാവസ്ഥ ഉള്ള ആളുകളാണ് വിശ്വാസികൾ. നമ്മൾ നേരത്തെയൊക്കെ കേൾക്കാറുണ്ടായിരുന്നു, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ, മുസ്ലിങ്ങൾ കൂടുതലുള്ള ഇടങ്ങളിൽ ആത്മഹത്യ കുറവാണെന്ന്. പക്ഷേ ഇന്ന് അത്തരം വിശ്വാസങ്ങളും അത്തരം വാർത്തകളൊക്കെ കുറഞ്ഞു വരികയാണ്. എന്തേ കാരണം? വിശ്വാസത്തിന്റെ ദൗർബല്യമാണ്. പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, അറിവില്ല. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിനെ കുറിച്ചും അവന്റെ ആഖിറത്തിനെ കുറിച്ചും വിശാലത്തിനെ കുറിച്ചുമുള്ള ബോധമില്ലാതെ വരുമ്പോ അവനും തോന്നുക നിരാശ വരുന്നു, തളർന്നു പോകുന്നു, പ്രശ്നങ്ങളിൽ പതറിപ്പോകുന്നു, വീണുപോകുന്നു. മാനസികമായി തളർന്ന് തകർന്ന് തരിപ്പണമായി ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്ന യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ഒരുപാട് മനുഷ്യർ. മതപണ്ഡിതന്മാർ പോലും, മതം പഠിപ്പിക്കുന്ന ആളുകൾ പോലും അത്തരം പ്രവണതകളിലേക്ക് പോകുമ്പോ ഇന്നലെ കഴിഞ്ഞ ഈ ആഴ്ചകളിൽ നമ്മൾ കേട്ട വാർത്തകൾ എത്രയാണ് അല്ലേ? ആത്മഹത്യ ചെയ്യ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടുക. എന്തൊരവസ്ഥയാണിത്! ഒരു 17ഓളം വയസ്സുള്ള ഒരു പെൺകുട്ടി ബാപ്പ റീചാർജ് ചെയ്യാൻ കൊടുത്തതിൽ 200 രൂപ കുറഞ്ഞു പോയതിന് പോയി ആത്മഹത്യ ചെയ്തു. ആർക്കാണ് ഇതിനുള്ള അവകാശം? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ജീവിതം ഇത് പ്രതീക്ഷയോടുകൂടി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്. ആ കയറ്റം കയറുമ്പോൾ ഒന്ന് കതയ്ക്കും, ഒന്ന് വയർക്കും, ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ കയറ്റം തന്നെയാണോ ഉണ്ടാവുക? അല്ല, ആ കയറ്റം കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു സുഖമുള്ള ഇറക്കം വരാനുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഒരു പ്രയാസത്തോടൊപ്പം മനുഷ്യരെ നിങ്ങൾക്കൊരു എളുപ്പം അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്തേ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹിജ്റിലൂടെ പറഞ്ഞു, ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ല ളാല്ലൂൻ. വഴിപിഴച്ച ജനതക്കല്ലാതെ, അല്ലാഹു പ്രയോഗിച്ച പ്രയോഗം ബാല്ലെന്നാണ്. വഴിപിഴച്ചു പോയ മനുഷ്യർക്കല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് എങ്ങനെയാ നിരാശരാവാൻ കഴിയാം?
അത് ബാല്യകളുടെ അടയാളമാണ്. നോക്കൂ മറ്റൊരായത്തിലൂടെ ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അവിശ്വാസികൾക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ, അള്ളാഹുവിലേക്ക് തവക്കുലാക്കാൻ. സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധി കൊണ്ട് നാം ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളല്ല അതിന്റെ അവസാനം, പര്യവസാനം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും തന്റെ അനുയായികളും ചെങ്കടലിന്റെ സമീപത്തെത്തിയപ്പോ അവര് പറഞ്ഞതെന്താ? മൂസ, ഈ നട്ടപ്പാതിയാക്കി ഞങ്ങളെയും കൊണ്ട് ഇന്നാല മുതുറക്കുൻ, പിടിക്കപ്പെട്ടല്ല മൂസ. മൂസാ നബി പറഞ്ഞെന്താ? കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അങ്ങനെ പറയരുത്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. നമ്മളെ തലച്ചോറിൽ നമുക്കിങ്ങനെ തോന്നില്ല, ഇനി രക്ഷപ്പെടൂല, എന്നാ പോയി ആത്മഹത്യ. അല്ല, അവിടെ എന്റെ റബ്ബുണ്ടെന്നും എന്റെ റബ്ബിനെ ഏൽപ്പിച്ചാൽ അവന്റെ പ്രശ്നത്തിൽ ഇടപെടുമെന്നും എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം എന്റെ റബ്ബ് കാണിച്ചു തരുമെന്നുള്ള അടിയുറച്ച പ്രതീക്ഷാ നിർഭരമായ മാനസിക അവസ്ഥയോടുകൂടെ വീണ്ടും മുന്നോട്ട് ജീവിക്കാനാണ് ഇസ്ലാം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത്. ആ രൂപത്തിലുള്ള സ്ഥിരതയുള്ള, ധൈര്യമുള്ള, സ്ട്രോങ് ആയ ഒരു വിശ്വാസമുള്ള മാനസികാവസ്ഥ നേടിയെടുക്കുക എന്നുള്ളതാണ് വിശ്വാസികളോട് അള്ളാഹുവും പ്രവാചകനും പഠിപ്പിക്കുന്നത്. ആ രൂപത്തിലുള്ള വിശ്വാസികളായി, ദൃഢവിശ്വാസികളായി മാറാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, വിചാരിച്ച സ്വപ്നങ്ങൾ പൂവണിയാതിരിക്കുമ്പോൾ, ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ വിള്ളലുകൾ വരുമ്പോൾ, പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, ഇങ്ങനെ നിസാരമായ പല കാരണങ്ങൾക്കും തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് ഏതെങ്കിലും ഒരു മുഴം കയറിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷത്തുള്ളികളിലോ ഓവർഡോസ് മെഡിസിൻ എടുത്തുകൊണ്ടോ ഒക്കെ തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ, അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപകടകരമാണ്. കാരണം ഇവിടെ തീരുന്നതല്ല, ഇവിടെ ആ ഒരു മരണത്തോടുകൂടെ അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം. മറിച്ച് പരലോകമുണ്ടെന്നും ആ പാരത്രിക ലോകത്ത് അവരുടെ അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ബിറജുലിൻ ജിറാഹൻ ഫഖതല നഫ്സഹു ഫഖാല അല്ലാഹു ബദറനി അബ്ദി. പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ആത്മഹത്യ ചെയ്തു. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ഖാല അല്ലാഹു ബദറനി അബ്ദി ബിനഫ്സിഹി. എന്നെ അവൻ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ അവന്റെ ഒരു അവധി നിശ്ചയിച്ച് അവന് ഒരു സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യാൻ അവന്റെ ജീവൻ സ്വയം അവസാനിപ്പിക്കുന്നു. ഹറംതു അലൈഹിൽ ജന്ന. നഊദു ബില്ലാഹ്. ഹറംതു അലൈഹിൽ ജന്ന. അവന് സ്വർഗ്ഗം ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. സഹോദരങ്ങൾ, ഇതോടെ അവസാനിക്കില്ല. ആ മരണത്തോടുകൂടെ അവസാനിക്കില്ല. ആ മരണത്തോടുകൂടെ തുടങ്ങുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആ മരണമാണ്. ശാശ്വതമായ ജീവിതത്തിന്റെ, അനശ്വരമായ ജീവിതത്തിന്റെ, ഒരിക്കലും മരണവും ജീവിതവുമല്ലാത്ത വല്ലാത്തൊരു ലോകം, അതിന്റെ തുടക്കം, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് മരണമെന്ന് അള്ളാഹുവും പ്രവാചകനും നമ്മെ പഠിപ്പിക്കുന്നു. ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യർ, അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറദ്ദാ അലാ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഒരു മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത മനുഷ്യൻ, അയാളെ പാരത്രിക ലോകത്ത് യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, നിത്യമായി കൊണ്ട് നരകത്തിൽ അവന്റെ പണി തന്നെയാണ്. അതിന്റെ മുകളിൽ കയറുക, ആത്മഹത്യ ചെയ്യുക. എന്തൊരു അവസ്ഥയാണ്! അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, വമൻ തഹസ്സാ സമ്മ ഫഖതല നഫ്സഹു, വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത മനുഷ്യന് ഫസമ്മുഹു ഫീ യദി, പരലോകത്ത് നരകത്തിൽ അവന്റെ കയ്യിൽ വിഷത്തിന്റെ കുപ്പി ഉണ്ടാവും, വിഷമുണ്ടാവും അവന്റെ കയ്യിൽ. എന്നിട്ട് യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, അവിടുന്ന് നിത്യമായി ശാശ്വതമായി ആ നരകവാസം അവിടെ അവന്റെ ജോലി തന്നെയാണ്.
ആ വിഷം കഴിക്കുക, ആത്മഹത്യ ചെയ്യാതെ അവിടെ മരിക്കോ? ഇല്ല. അതിന്റെ വേദനകളും യാതനകളും അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വമൻ ഖതല നഫ്സഹു ബിഹദീദ, ഒരു കത്തി കൊണ്ട്, ആയുധം കൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്ത മനുഷ്യന് ഫഹദീദതുഹു ഫീ യദി, പരലോകത്ത് ആ ആയുധം അവന്റെ കയ്യിൽ ഉണ്ടാകും. യജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. പരലോകത്ത് അവന്റെ അവസാനം വരെ ഇത് തന്നെയാണ് പരിപാടി. പരലോകത്ത് ആ ആയുധം കൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് അവനെ ഇങ്ങനെ കുത്തിയിറക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം ഇത് ഐഹിക ലോക ജീവിതമാണ്. ഇവിടെ സുഖദുഃഖമായ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാം ഇവിടെ പൂവണിഞ്ഞു കൊള്ളണമെന്നില്ല. ഒരു വിശ്വാസിക്ക് എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്ന എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടുന്നത് പരലോകമാണ്. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ മക്കളെ ഇത് പറഞ്ഞു പഠിപ്പിക്കണം. പുതിയ കുട്ടികൾ ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മൊബൈൽ ഫോണും വാപ്പ കൊടുക്കാത്തതിന്റെ പേരിൽ, ഉമ്മ റീചാർജ് ചെയ്ത് കൊടുക്കാത്തതിന്റെ പേരിൽ, അത് മതി എന്ന് പറഞ്ഞതിന്റെ പേരിൽ, നിസ്സാരമായ കാര്യങ്ങൾക്ക് അവരോട് നമ്മൾ ഇന്നത്തെ രക്ഷിതാക്കൾക്ക് നോ എന്ന് പറയാൻ മടിയാണ്. ഞാൻ ഏതായാലും കുറെ കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നത്, ഒരുപാട് പട്ടിണി കിടന്നിട്ട് എന്റെ മക്കൾ അങ്ങനെ ആവരുതെന്നാ അവരാഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് യെസ് എന്നതല്ലാത്ത നോ എന്ന് പറഞ്ഞുകൂടാ മക്കളോട്. അല്ല, പ്രതിസന്ധികളിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതൊക്കെ തരണം ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നതും പാരന്റിങ്ങിൽ ഉള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കൽ മാത്രമല്ല, ഭൗതികമായ അതല്ല, ഇമോഷണലി അവരെ സ്ട്രോങ് ആക്കുക, മാനസികമായി അവരെ ഏത് തലങ്ങളിലും ജീവിക്കാൻ പരുവപ്പെടുത്തുക എന്നതും ഒരു രക്ഷിതാവിന്റെ ബാധ്യതയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ രൂപത്തിൽ അവർക്ക് വേണ്ടതെല്ലാം നൽകാൻ നമ്മൾ തയ്യാറാവണം. ആ രൂപത്തിൽ ഇത്തരം പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈമാനോടുകൂടെ, സബറോടുകൂടെ, തുഖ്വയോടുകൂടെ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.